ഹായ്, എല്ലാവർക്കും നമസ്കാരം. എസ്എൽ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്, ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് പോലും അതിൽ കുരുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോവാതെ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. സോ എന്തുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കുക? ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സ്ഥിരതയില്ലാത്ത പെരുമാറ്റമായിരിക്കും അവരുടെ പാർട്ട്ണറിൽ നിന്ന് അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ഭയങ്കര സ്നേഹമാണെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു സ്നേഹത്തിൽ കുറവുണ്ടായിരിക്കും, ചിലപ്പോൾ ദേഷ്യമായിരിക്കും. അവരുടെ മൂഡ് അനുസരിച്ച് മാത്രം അവർ പെരുമാറുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പാർട്ട്ണറിൽ നിന്ന് കെയറും സ്നേഹമൊന്നും വലിയ രീതിയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ അത് കിട്ടാനായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതായത് ആ ഒരു അറ്റൻഷൻ കിട്ടാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഒരു ദിവസം ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര വലിയൊരു റിവാർഡായിട്ടായിരിക്കും ഇവർ കാണുന്നുണ്ടാവുക. എന്നിട്ട് ആ ഒരു രീതിയിൽ ഇനിയും എനിക്ക് സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന ആളുകളായിരിക്കും കുറേ പേരെന്ന് പറയുന്നത്. സോ ഒരാൾ വളരെ ടോക്സിക് ആവുമ്പോൾ അയാളിൽ കിട്ടുന്ന ആ ചെറിയൊരു സ്നേഹത്തിന് പോലും ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരായിരിക്കും ഈ പറയുന്ന അതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇവർക്കറിയാം ഇത് ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെ എപ്പോഴും സ്നേഹിക്കില്ല എന്നുള്ളത്. ചില ആളുകളുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്നേഹം വലിയ രീതിയിൽ പ്രകടമാക്കാത്ത ആളുകളാണ്, ദേഷ്യത്തിലൂടെയാണ് സ്നേഹം പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം സ്നേഹത്തോടെ പെരുമാറിയാൽ അത് ഭയങ്കര വലിയ കാര്യമാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ രീതിയിൽ എനിക്ക് ഇനിയും സ്നേഹം അതായത് അനുഭവിക്കണം, ഇത്രയും സ്നേഹം എനിക്ക് ഇനിയും കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ആ ചെറിയ ചെറിയ സ്നേഹത്തിനോ കെയറിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന, അതിന് പുറകെ നടക്കുന്ന ആളുകളായിരിക്കും കുറേ പേര്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ നിന്ന് പോകുന്നത്. അതായത് ആ കിട്ടുന്ന സ്നേഹത്തിന് അത്രയും വാല്യൂ അവർ കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാവുക എല്ലാത്തിലും എക്സ്ട്രീം ലെവലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു വഴക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവലിൽ ആ ഒരു വഴക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സമാധാനം ഉണ്ടല്ലോ, വഴക്കെല്ലാം കഴിഞ്ഞ് ഒത്തുതീർപ്പാക്കിയിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലായിരിക്കും. അതിൽ രണ്ടുപേരും ഭയങ്കരമായിട്ട് സ്നേഹിക്കും, പ്രേമിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഈ ഒരു സ്നേഹത്തിനും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു വഴക്കിനും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു കെമിസ്ട്രി എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. സത്യത്തിൽ അത് കെമിസ്ട്രി ഒന്നല്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണയുമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അതായത് ഒരു വഴക്കും അല്ലെങ്കിൽ ഒരു സ്നേഹവും ഒക്കെ അടുപ്പിച്ചുണ്ടാവുന്ന സമയത്ത് അത് എക്സ്ട്രീം ലെവലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ വഴക്കുണ്ടാവുകയാണെങ്കിൽ അത് വഴക്കിലും അടിയിലും ഒക്കെ നിൽക്കാം എന്നുള്ളതാണ്. അതേപോലെ സമാധാനമാണെങ്കിൽ ഇത്രയും നല്ല കപ്പിൾ വേറെ ഉണ്ടാവില്ല. ആ രീതിയിലുള്ള സ്നേഹമായിരിക്കും ഈ ഒരു സമാധാനപരമായിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെയാകുമ്പോൾ ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, എന്നോട് ഒടുക്കത്തെ ഇഷ്ടമാണ് എന്നൊക്കെ ഇവർ തെറ്റിദ്ധരിക്കുന്നു. ഭയങ്കര കെമിസ്ട്രിയാണ് ഞങ്ങൾക്കിടയിൽ, അതുകൊണ്ടാണെന്നൊക്കെ ഇവർ വിചാരിക്കും. അതുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഫെയറി ടെയിൽ പോലെയൊക്കെ ആയിരുന്നു. അതായത് ഭയങ്കര സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന രീതിയിലുള്ള ജീവിതം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു. സോ വീണ്ടും അത്തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇഷ്ടത്തിലേക്ക് പോകും, അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ കൊണ്ട് പലരും പിടിച്ചു നിൽക്കാറുണ്ട്. അതായത് മാറും, എനിക്ക് മാറ്റാൻ പറ്റും, പഴയ രീതിയിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നവരുണ്ട്. ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഇവർ പ്രതീക്ഷിക്കുന്നത് പഴയ രീതിയിലേക്ക് ആവുന്നുള്ളത്. കാരണം ഇവർ പഴയ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവിതം ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ്, അതിലിങ്ങനെ കുടുങ്ങി നിൽക്കുന്നവരാണ്. ഇങ്ങനെ എന്നെ സ്നേഹിച്ചിരുന്ന ഒരാളാണ്, സോ അവർക്ക് എന്നെ ഇനിയും സ്നേഹിക്കാൻ പറ്റും, ആ സ്നേഹം എനിക്ക് ഇനിയും കിട്ടണം, എനിക്ക് ആളെ ആ രീതിയിലേക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാറ്റം ആളിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും, കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവരുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് അവർ ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കും. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ പഴയ രീതിയിലുള്ള ജീവിതത്തെ ഇഷ്ടപ്പെട്ട് ആ രീതിയിലുള്ളൊരു ജീവിതം ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആളുകൾ കുറേ പേരുണ്ട്. അങ്ങനെയും കുറച്ച് പേര് ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നവരുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തനിച്ചായി പോകുമെന്ന് പേടിയുള്ള ആളുകളാണ്. അതായത് ഇവർക്കറിയാം ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത്, ടോക്സിക് ആണ്, അൺഹെൽത്തി ആണ്, ഇതല്ല ഒരു യഥാർത്ഥ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തിലാകുമ്പോൾ എനിക്ക് കൂടെ ഒരാളുണ്ട്,
ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവില്ലേ, എനിക്ക് പിന്നെ ആരാണ് കൂടെ ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്താഗതി, അങ്ങനെയുള്ള ഒരു പേടി കൊണ്ട് ഈ റിലേഷൻഷിപ്പ് വിടാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അതായത് തനിച്ചാകും എന്നുള്ളൊരു പേടി, ഒറ്റയ്ക്കായാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രം റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഇതാണ്. കുറേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതാണ്, ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു പേടിയാണ്. അതൊന്ന് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും. ടോക്സിക് റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും അങ്ങനെ ഇത്തരത്തിൽ ഒറ്റയ്ക്കാകും എന്നുള്ള പേടി കൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളുകളും ഉണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശീലമായി എന്നുള്ളത് കൊണ്ടാണ്. അതായത് കുറേ കാലമായിട്ട് ഇത് അനുഭവിക്കുന്നതാണ്, ഇനിയിപ്പോൾ എന്തോന്ന് മാറ്റം വരാൻ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതായത് അതങ്ങോട്ട് യൂസ്ഡായി, ഓക്കെ ഇത് ശീലമായി കഴിഞ്ഞൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ നിന്ന് പോകാത്തവരുണ്ട്. അതായത് ഇനിയിപ്പോൾ എന്താ ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാണ്, ഓൾറെഡി ഇത് ഭയങ്കര ബോറായിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും വഴക്കാണ്, ആളെപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാനതിങ്ങനെ കേട്ടോണ്ടിരിക്കണം, എന്നെ ആരോടും മിണ്ടാനും സംസാരിക്കാനൊന്നും സമ്മതിക്കില്ല, ഇനിയിപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറേ കാലമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരും ഇതിന്ന് മാറാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അതങ്ങനെ കടിച്ചു തൂങ്ങി പോട്ടെ, ഇതെങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ്. അതായത് ശീലമായി എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നവരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് സാധാരണ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലായിട്ടും അതിൽ നിന്ന് പുറത്തു വരാതെ ഇരിക്കുന്ന ആളുകളുടെ പുറകിലെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ പെടുന്ന ആളാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ബോറിംഗ് ആയിട്ടുള്ള, മാത്രമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അതായത് എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ പോലെ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതിലിങ്ങനെ കടിച്ചു നോക്കി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല. ഒന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്ക്, എന്താണ് ലോകം, എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജീവിച്ച് തുടങ്ങുന്നത്. അതുകൊണ്ട് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതൊന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങണോ എന്നുള്ളതും നിങ്ങളുടെ ഡിസിഷനാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. എന്തായാലും ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത്. അപ്പം എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്